സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം ആലോചിച്ച് നോക്കണം. ഞാൻ എന്തൊരു ഭീകരാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇങ്ങനത്തെ വല്ല സാധനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല സാധനങ്ങളും കയ്യിലോ കഴുത്തിലോ ഒക്കെ ഇട്ടിട്ട് വല്ലവന്മാര് വന്നിട്ട് എന്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ മുമ്പിൽ രണ്ട് മുട്ടുകുത്തും. സ്വന്തം പെമ്മക്കളെ പോലും ഓന്റെ മുറിയിലേക്ക് അങ്ങോട്ട് പറഞ്ഞുവിടും. ഒരു മടിയും കൂടാതെ പറഞ്ഞുവിടും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ പൂജാരി പീഡിപ്പിച്ച്, അയ്യോ തന്ത്രി പീഡിപ്പിച്ച് എന്നും പറഞ്ഞു വരും. എന്ത് ചെയ്യും? ഒരു ഉടായ്പ് തന്ത്രി, എല്ലാ തന്ത്രിമാരും ഏകദേശമൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു ഉടായ്പ് തന്ത്രി ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ 16കാരിയെ കയറി പിടിച്ച് ജ്യോത്സ്യൻ വെണ്ടറ സ്വദേശി മുരാരി തന്ത്രിക്കായി തിരച്ചിലെന്ന്. പക്ഷെ ആളെ പിടിച്ചു കേട്ടോ, ആളെ പിടിച്ചു. എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശികല ടീച്ചർ ഇയാളെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്റെ പടച്ചവനെ, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇതൊക്കെ ആർഷഭാരത സംസ്കാരത്തിൽ പെടുന്ന ആളല്ലേ ഈ ജ്യോത്സ്യൻ. ഈ ജ്യോത്സ്യനെതിരൊക്കെ ആളുകൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ശബരിമല സ്വർണം കെട്ട തന്ത്രിക്കെതിരെ കമാന്നൊരു അക്ഷരം നമ്മുടെ ആയമ മിണ്ടിയിട്ടില്ല. നമ്മുടെ നാട്ടുകാർക്കൊരു വിചാരമുണ്ട്, ഈ തന്ത്രി സമുദായത്തിൽ പെടുന്ന, ഈ നമ്പൂതിരി സമുദായത്തിൽ പെടുന്ന ആളുകളൊന്നും മോഷ്ടിക്കൂല, ഈ നമ്പൂതിരി സമുദായത്തിൽ പെടുന്ന ആളുകളൊന്നും നുണ പറയൂല. ഇവന്മാര് തൊട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ശുദ്ധിയായി പോയി. ഇവന്മാര് താലിമാല എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പുണ്യമായി പോയി എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ടീമുണ്ടെന്ന്. ഇപ്പൊ താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിലേക്ക് പോലും ഈ പറയുന്ന ടീംസുകൾ, നമ്പൂരിമാര് കയറി, പൂണിലിട്ട വർഗ്ഗങ്ങൾ കയറി വന്ന് നിരങ്ങുന്നുണ്ട്. ഞാനൊക്കെ ചോദിക്കുക, ഇവന്മാരൊക്കെ വിളിക്കുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾക്ക് നാടോ മാനോ ഇല്ല എന്ന് ഞാൻ ചോദിക്കുക. അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്നറിയാവോ? ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഈ പറയുന്ന പൂണിലിട്ട ആളുകളൊക്കെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് വഴിയരികിലൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ടീംസാണ് ഈ താഴ്ന്ന ജാതിക്കാര്. ആ താഴ്ന്ന ജാതിക്കാർക്ക് ഇപ്പൊ അത്യാവശ്യം അവർക്ക് സമ്പത്തൊക്കെ ആയി. അപ്പൊ അവരെ വീട്ടിലും എല്ലാ ചടങ്ങും നടക്കുമ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഇവന്മാര് അവരെ മുമ്പിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരു നാണവും മാനും ഇല്ലാതെ ഇവന്മാര് അവരെ മുമ്പിലേക്ക് എത്തും. എന്നിട്ട് പച്ചപുച്ച മടക്കി നിൽക്കും. ഒരു മടിയും കൂടെ നിൽക്കുക, പച്ചപുച്ച മടക്കി നിൽക്കുക എന്ന് മാത്രമല്ല അത്യാവശ്യം പൈസയും അവരെ എന്നൊക്കെ വാങ്ങിക്കും. ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരെ അത്യാവശ്യം പൈസ വാങ്ങിക്കും. എന്നിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തും. ഇവന്മാര് നാണും മാനും കൂടാതെ പൈസ കൊടുക്കും ചെയ്യും. എന്തൊരു വല്ലാത്ത അഭിമാനമാണ് ഇവർക്ക് തോന്നുന്നത്. ഇവരൊക്കെ ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ പുണ്യം കിട്ടുന്നു എന്നൊക്കെ ഇവരൊക്കെ വിചാരം. ഒരു കാലഘട്ടത്തിൽ തീണ്ടാപ്പാട അകലെ മാത്രം നിന്നാ മതി എന്ന് പറയുന്ന ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കണം. നേരം തിന്നാൻ പോലും കൊടുത്തിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇവരൊക്കെ പറമ്പുകളിൽ പോയി പണി ചെയ്തിട്ട് 5 പൈസ കിട്ടാതെ വൈകുന്നേരം പട്ടിണി വയറുമായിട്ടുള്ള വീട്ടിലേക്ക് എത്തി അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്ന കാലമുണ്ടാന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പൊ സമ്പത്താണ് മുഖ്യം എന്നതിനാൽ ഒരു നാണവും കൂടാതെ ഇവന്മാര് പൂജയ്ക്ക് വരും, പൂജ നടത്തും. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പിന്നെ ഈ പറയുന്ന പരിപാടി ഇല്ലല്ലോ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പൈസക്കില്ലല്ലോ. അത് വാങ്ങിക്കും, കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു വാങ്ങിക്കും. ഈ നാണമില്ലാത്ത ഈ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയുന്ന ആൾക്കാർ അത് കൊടുക്കും ചെയ്യും. എന്തായാലും ആ തന്ത്രിയൊക്കെ സ്വർണം കട്ട് ആ കക്കാനൊക്കെ കൂട്ടുന്നപ്പോൾ അതിനെതിരൊന്നും നമ്മുടെ ശശികല ടീച്ചർമാരും ഒരു വിഷകല്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത്, കാരണം എന്താ, ഇവന്മാരൊന്നും മോഷണം നടത്തൂല, ഇവന്മാരൊന്നും കുറ്റം ചെയ്യില്ല എന്നുള്ള തോന്നല. ഇതേ പറഞ്ഞ തന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട വേറൊരുത്തരാണ് ഏതൊരു പെണ്ണ് കേസിനെങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് കുടുങ്ങിയേ. ഏതോ ഹോട്ടൽ മുറിയിൽ നിന്നൊക്കെ പിടിച്ച വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും പീഡനക്കേസിൽ അറസ്റ്റിലായ മുതൽ പൂത്തൂര് മൂജായി ചൂരൽ കഷായും ഇത്തിരി മർമാണി പ്രയോഗം മേമ്പൊടിയിട്ട് മടുക്കുവോളം 3 നേരം കൊടുക്കാത്തന്നെ ഏനക്കാടാണ്. ഈ റീൽസിനൊക്കെ ജ്യോത്സ്യനാണത്രേ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യും? ശശികല ടീച്ചർമാരൊക്കെ ഇങ്ങനൊക്കെ നേരായി കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ കള്ള നാണയങ്ങളുണ്ട്. ബഹുത്ത് കള്ള നാണയങ്ങളാണ് ഉള്ളത്. ഇത്തരം കള്ള നാണയങ്ങളുടെ കള്ള നാണയത്തെ പിടിച്ചുകൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ മൂശാരിയെ? ഇതിനൊക്കെ ആദ്യം കേസെടുക്കേണ്ട ആർക്കെതിരെയെന്ന് അറിയാവോ? ആദ്യം കേസെടുക്കേണ്ടത് ഒരു മടിയും കൂടാതെ 16 വയസ്സായ പെൺകുട്ടിയെ ഇനി വാതിൽ അടച്ചിട്ടിട്ട് ഞാനും പെൺകുട്ടിയും മാത്രമായി ഇരുന്നു കൊണ്ട് ഒരു ചടങ്ങുണ്ട്, ഒരു പൂജയുണ്ട്, നിങ്ങളെല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഒരു മടിയും കൂടാതെ ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങി
ഒരു തരത്തിലുള്ള നാണവും മാനവും ഇല്ലാതെ ആ പെൺകുട്ടിയൊക്കെ ഇത്തരം എന്താ പറയാ പീഡന വീരന്മാരെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ച രക്ഷിതാക്കളുണ്ടല്ലോ, ആദ്യം ലവന്മാരെ പിടിച്ചിട്ട് വേണം ചൂരിലെ കഷായം കൊടുക്കാൻ. ഇവന്മാരെ അന്ധവിശ്വാസം പോയിട്ടൊന്നുമില്ല. ഓ, ഇദ്ദേഹം മോശമായിരുന്നു, എന്റെ മോൾക്കൊരു അബദ്ധം പറ്റി, നല്ല പൂജാരിയെ ഞങ്ങൾ കാണാത്തോണ്ടാ, അല്ലെങ്കിൽ നല്ല തന്ത്രിയെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, നല്ല തന്ത്രി എടുത്ത് പോവാം എന്ന് പറഞ്ഞ് ഒരു പക്ഷെ വീണ്ടും പോയിണ്ടായിരിക്കും. എന്റെ മകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഏനക്കേട് പറ്റി, ഇത്തരം ഒരു അബദ്ധം ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ കവിടി നടത്താൻ പോയിണ്ടാവും. ഒരു സംശയവും വേണ്ട. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ കുറവുണ്ടെന്നേ, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഒരു നാളികേര വീണ് കഴിഞ്ഞാൽ, നടക്കുന്ന സ്ഥലത്തൊന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തച്ചു കുത്തി കഴിഞ്ഞാൽ അപ്പ ചെല്ലും ഈ കവിടി നിരത്താൻ വേണ്ടിയിട്ട്. തച്ചു കുത്തി ഇതിന്റെ കാരണം പറഞ്ഞു തരുമോ? ഇന്നലെ അയൺ ചെയ്യുമ്പോൾ ഷർട്ടൊന്ന് കരിഞ്ഞു, അതിന്റെ കാരണം പറഞ്ഞു തരുമോ? ചോറുണ്ടാക്കുമ്പോൾ ചോറൊന്ന് കരിഞ്ഞു പോയി, എന്ത് ദോഷാണാവോ, ഒന്ന് കാരണം പറഞ്ഞു തരുമോ? ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കവിടി നിരത്താനും പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളുടെ അന്ധവിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള നാടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ അന്ധവിശ്വാസം കൂടി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതിനൊരു മാറ്റമില്ല. അപ്പൊ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ എന്തെങ്കിലും പ്രശ്നം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ വേറെ എന്തൊക്കെയോ കവിടി നിരത്തിയതിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് ഇത്തരം കള്ളനാണയങ്ങൾക്ക് പുറകെ പോവാതെ സമാധാനപരമായി ഇരുന്ന് തന്റെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്തെന്ന് കൃത്യമായിട്ടും ഭൗതികപരമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്നതിൽ പൂജ്യം തേങ്ങി വാങ്ങിയൊന്നല്ല. ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നമാണ് വീട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണുക, ചികിത്സ നേടുക. ഇനി മറ്റു വല്ല പ്രശ്നങ്ങളാണെങ്കിൽ, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നമ്മൾ അധ്വാനിക്കാത്തതുകൊണ്ട് തന്നെയാണ്, നമുക്ക് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാതെ ഉള്ള പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇത്തരം കവിടി നിരത്തുകാർ, ഇത്തരം പൂജാരിമാരുടെ, ഇത്തരം തന്ത്രിമാരുടെയും മൂട്ടിൽ കൊണ്ടുപോയി വെക്കരുത്. ജീവിതം കൊള്ളാവും. നിങ്ങൾ ഒരിക്കൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തലയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇവന്മാരെ പിന്നാലെ പോവുകയും ഇവന്മാർക്ക് പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്, കടം വാങ്ങിച്ചു കൊണ്ടുപോയിക്കാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾ തയ്യാറാവുന്നതാണ്. ഇങ്ങനെ ഭൂമി അടക്കം നഷ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കഴിയുമെങ്കിലും എഴുതി വയ്ക്കണേ. ബൈ.